എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ 1ഉം 2ഉം 3ഉം അധ്യായങ്ങൾ നമ്മൾ നോക്കിയതാണ്. ആ പാഠഭാഗങ്ങൾ ആരും കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് 4ാമത്തെ പാഠം വിത്തിനുള്ളിലെ ജീവൻ. ഈ പാഠഭാഗത്തിലെ പ്രധാന പോയിന്റുകളാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ. വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ 4 ഓപ്ഷൻസ് തരും. അതിൽ മണ്ണുണ്ടാവാം, സൂര്യപ്രകാശം ഉണ്ടാവാം. അപ്പം നമുക്ക് പല കൺഫ്യൂഷൻസും വരാൻ സാധ്യതയുണ്ട്. 3 കാര്യങ്ങളാണ് ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. 1, വായു വേണം, അത് നമുക്കും ആവശ്യമുള്ളതാണ്. 2, ജലം വേണം, അതും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. 3ാമത് അനുകൂല താപനില. വായു, ജലം, അനുകൂല താപനില എന്നിവയാണ് വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മനുഷ്യ ജീവിതവും ഇപ്പോൾ കുഴിമന്തി കഴിച്ചാലേ ജീവിക്കുള്ളൂ, അല്ലെങ്കിൽ ചമ്മന്തി കഴിച്ചാലേ ജീവിക്കുള്ളൂ എന്നില്ലല്ലോ. വെള്ളം കുടിച്ചിട്ടും അല്ലേ, വായു ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചും ഒരുപാട് നാളുകൾ ജീവിക്കുന്നവരുണ്ട്. ഓക്കെ, അനുകൂല താപനിലയും ആവശ്യമാണെന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെടികളുടെ കാര്യം നോക്കാം. വിത്ത് മുളയ്ക്കുന്നതിന് വായു, ജലം, അനുകൂല താപനില എന്നിവയാണ് ആവശ്യം. വായു, ജലം, അനുകൂല താപനില. ഇനി മറ്റൊരു ചോദ്യം, വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് ചോദിച്ചാൽ അവിടെ സൂര്യപ്രകാശവും മണ്ണും അത്യാവശ്യമാണ്. അപ്പോൾ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരാനായിട്ട് സൂര്യപ്രകാശവും മണ്ണും അത്യാവശ്യമാണ്. ഒരു വിത്ത് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതാണ് ഭ്രൂണം. ഈ ഭ്രൂണം വളർന്ന് തൈച്ചെടിയാവുന്നതാണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു വിത്ത് എടുക്കുക, ആ വിത്ത് പൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഭ്രൂണം. ആ ഭ്രൂണം വളർന്ന് തൈച്ചെടിയാവുന്ന പ്രവർത്തനമാണ് അല്ലെങ്കിൽ ആ പ്രക്രിയയാണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നത്. ഇവിടെ ആ തൈച്ചെടി ആവുന്നതിന് മുമ്പ് നമ്മൾ ഈ വിത്ത് പൊട്ടുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആദ്യം ഉണ്ടാകുന്നത് ബീജമൂലമാണ്. വിത്ത് മുളയ്ക്കൽ പ്രക്രിയയിൽ ആദ്യം ഉണ്ടാകുന്നത് ബീജമൂലമാണ്. ഈ ബീജമൂലം വളർന്ന് താഴത്തേക്കാണ് പോവുക. അത് വേരായിട്ട് മാറും. ഓക്കെ, മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നു, അത് വേരായിട്ട് മാറുന്നു. ഇനി ഈ ഭ്രൂണം ആദ്യം ഉണ്ടാവുന്നത് ബീജമൂലമാണെന്ന് പറഞ്ഞു. പിന്നീട് ഉണ്ടാവുന്നത് ബീജശീർഷമാണ്. ബീജശീർഷം മുകളിലേക്കാണ് പോകുന്നത്. ബീജശീർഷം മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം, ബീജശീർഷം മുകളിലേക്കാണോ താഴത്തേക്കാണോ എന്നൊക്കെ. ഈ ശീർഷകം എന്ന് പറയുമ്പോൾ ടൈറ്റിലാണ് അല്ലേ, അത് മുകളിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ശീർഷം, ബീജശീർഷം മുകളിലേക്ക് പോകുന്നു, ബീജമൂലം മണ്ണിനടിയിലേക്ക് പോകുന്നു. മണ്ണിനടിയിലേക്ക് പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? വേരാണല്ലേ. വേരാണ് മണ്ണിനടിയിൽ വരുന്നത്. മുകളിലേക്ക് പോകുന്ന ആ ഭാഗം കാണ്ഡമായിട്ട് മാറുന്നു. ഓക്കെ, ബീജശീർഷം കാണ്ഡമായിട്ടും ബീജമൂലം വേരായിട്ടും മാറുന്നു. നമുക്കറിയാം, സസ്യലോകത്തിൻ്റെ അടുക്കളയാണ് ഇല. ഈ ഇലയിൽ വെച്ചിട്ടാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത്. എന്നാൽ ഒരു വിത്ത് മുളയ്ക്കൽ പ്രക്രിയയിൽ ആദ്യം ബീജമൂലവും പിന്നീട് ബീജശീർഷവും അതിനുശേഷമാണ് ഇലയൊക്കെ വരുന്നത്. ആ ഇല വരുന്നത് വരെ സസ്യങ്ങൾ എവിടെ നിന്നുമാണ് ആഹാരം ശേഖരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബീജപത്രത്തിൽ നിന്നുമാണ് ഇല മുളയ്ക്കുന്നത് വരെ സസ്യങ്ങൾ ആഹാരം ശേഖരിക്കുന്നത്. എന്താണ് ബീജപത്രം എന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ബീജപത്രം എന്താണെന്നുള്ള ചോദ്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും മനസ്സിലാക്കുക, ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ. അതായത് ആ വിത്ത് പൊട്ടി അത് ഭ്രൂണം, അതിനുശേഷം കണ്ടോ, ഇതാണ് ബീജപത്രം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തെയാണ് ബീജപത്രം എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യമാണ് കായിക പ്രജനനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കായിക പ്രജനനം. എന്താണ് കായിക പ്രജനനം എന്ന് ചോദിച്ചാൽ ഒരു ചെടിയുടെ വേര്
തണ്ട്, ഇല ഇവയിൽ നിന്നൊക്കെ പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കുന്നതാണ് കായിക പ്രജനനം. ഒരു ചെടിയുടെ വേര്, തണ്ട്, ഇല ഇവയിൽ നിന്നും പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കുന്നതാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇനി വിത്ത് വിതരണ രീതിയാണ്. വിത്ത് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ കായ പൊട്ടിത്തെറിച്ച് താഴെ വീണ് വിത്ത് വിതരണം നടത്തുന്ന ചെടികളാണ് വെണ്ടയും കാശിത്തുമ്പയും. ഓക്കെ, വിത്ത് പൊട്ടിത്തെറിച്ച് താഴെ വീണ് മുളച്ചു വരിക, അതാണ് വെണ്ട, കാശിത്തുമ്പ. ഇനി ജന്തുക്കൾ മുഖേന വിത്ത് വിതരണം നടത്തുന്നതാണ് ഏതൊക്കെയായിരിക്കും ജന്തുക്കൾ വഴി? പ്ലാവ്, മാവ്, പിന്നെ അതേപോലെ ആൽമരം, പേര ഇതൊക്കെ ജന്തുക്കൾ വഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത്. ഇനി ജലം വഴി വിത്ത് വിതരണം നടത്തുന്നത്, ജലം വഴി വിത്ത് വിതരണം നടത്തുന്നതാണ് തെങ്ങ്. തെങ്ങ് ജലം വഴിയാണ് വിത്ത് വിതരണം നടത്തുന്നത്. ഇനി കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന ചെടികൾ ഏതൊക്കെയാണ്? അപ്പൂപ്പൻ താടിയും മഹാഗണിയും കേട്ടോ. കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് അപ്പൂപ്പൻ താടി, അതുപോലെ തന്നെ മഹാഗണി. ഓക്കെ, അപ്പോൾ ജലം വഴിയാണെങ്കിൽ തെങ്ങ്, ജലം വഴി വിത്ത് വിതരണം നടത്തുന്നതാണ് തെങ്ങ്. കാറ്റ് വഴിയാണെങ്കിൽ അപ്പൂപ്പൻ താടിയും മഹാഗണി. അതുപോലെ അതായത് കായ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം നടത്തുന്നതാണ് വെണ്ട, കാശിത്തുമ്പ. ഇനി ഈ പാഠഭാഗത്ത് ചില കാർഷിക വിളകളുടെ ജന്മദേശം കൂടി പഠിക്കാനുണ്ട്. അതോടുകൂടി ഈ പാഠഭാഗം കഴിയും. ഒരു ചെറിയൊരു സംഭവം പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ മരച്ചീനി പുഴുങ്ങിയതും പച്ചമുളക് ചമ്മന്തിയും കൂട്ടി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പ എൻ്റെ കയ്യിൽ ഒരു പേരക്ക തന്ന് ഉള്ളിൽ ഉരുളിയിരിക്കുന്ന പാത്രത്തിൽ തക്കാളിയുണ്ട്, അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെക്കാനായിട്ട് പറഞ്ഞു. ഒന്നും കൂടെ പറയാം. ഞാൻ മരച്ചീനി പുഴുങ്ങിയതും പച്ചമുളക് ചമ്മന്തിയും കൂട്ടി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പ എൻ്റെ കയ്യിൽ ഒരു പേരക്ക തന്ന് ഉരുളിയിൽ തക്കാളി ഇരിക്കുന്ന ഭാഗത്ത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു. ഓക്കെ, ഇനി കാർഷിക വിളകൾ പറയാം. മരച്ചീനി, പച്ചമുളക്, കാപ്പി. പപ്പ എന്ന് പറയുന്നത് പപ്പായയാണ്, പപ്പായ. കയ്യിൽ എന്ന് പറയുമ്പോൾ കൈതച്ചക്കയാണ്, കയ്യിൽ എന്ന് പറയുമ്പോൾ കൈതച്ചക്കയാണ്. പേരക്ക, ഉരുളക്കിഴങ്ങ്. ഉരുളി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ്, തക്കാളി. ഓക്കെ, ഒന്നും കൂടെ പറയാം. മരച്ചീനി, പച്ചമുളക്, കാപ്പി, പപ്പായ, പേരക്ക, കൈതച്ചക്ക, ഉരുളക്കിഴങ്ങ്, തക്കാളി. ഓക്കെ, ഇത്രയും കാർഷിക വിളകളുടെ ജന്മദേശം വന്നിട്ട് അമേരിക്കയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാർഷിക വിളകളുടെ ജന്മദേശം അമേരിക്കയാണ്. ഇനി തേയില ചൈന, തേയിലയുടെ ജന്മദേശം ചൈന കേട്ടോ. ഇനി ക്യാബേജ് ആണെങ്കിൽ യൂറോപ്പ്, ക്യാബേജിൻ്റെ ജന്മദേശം യൂറോപ്പ്. റബ്ബർ, കശുമാവ് ബ്രസീലാണ്, റബ്ബർ, കശുമാവ് ബ്രസീലാണ് കേട്ടോ, ബ്രസീൽ. ഈ പാഠഭാഗത്ത് നിന്നും ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. പുതിയ പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും താങ്ക് യു.